ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ അകത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയനാണ്. കോളിഫ്ലവർ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ അധികം പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഈ കോളിഫ്ലവറിനെ കുറച്ച് ഒരു ചൂടുവെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ച് അതിന് ശേഷം ഈ കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് സമയം ഇട്ട് വെക്കണം. അതിൻ്റെ പുഴുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്ത് 4 സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുക. 4 വലിയ സ്പൂണാണ് മൈദ ഇടേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 3 സ്പൂണോളം കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 വലിയ സ്പൂൺ തന്നെ കോൺഫ്ലവറും ചേർത്ത് കൊടുത്ത ശേഷം അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂണോളം അരിപ്പൊടിയാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി നമ്മളതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് 1 സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും ചേർത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാണ് വേണ്ടത്. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളം നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ പാടില്ല. കുറച്ചായി ചേർത്ത ശേഷം നമ്മൾ അതിൻ്റെ കൂട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോകാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയായിട്ട് ആവാനും പാടില്ല. ഒരു മീഡിയം സൈസിലാണ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് കൈ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ അത് നോക്കുക. ഞാനിതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ കൂട്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വെള്ളം ചേർക്കാനേ പാടില്ല. അധികം തിക്കാവാനും പാടില്ല ഇതിൻ്റെ ഈ കൂട്ട്. ഇതായിപ്പോൾ ഏകദേശം ആവാറായി. ഇതുപോലെയാണ് ഫൈനലായിട്ട് ആവേണ്ടത്. നമ്മളിനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നേരത്തെ ഞാൻ ആ ഉപ്പും മഞ്ഞളും ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവറാണ്. ഇതുപോലെയാണ് കോളിഫ്ലവർ പീസാക്കി വെക്കേണ്ടത്. നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഞാനിത്. ഇനി ഈ കോളിഫ്ലവർ നമുക്ക് ആ കൂട്ടിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കൂട്ടിൻ്റെ അകത്ത് ഇട്ട ശേഷം നമ്മളിതാ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി അതിൻ്റെ കൂട്ട് ആ കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കോളിഫ്ലവറിൽ മുഴുവൻ ആ കൂട്ട് പിടിക്കണം. നമ്മൾ ആ കോളിഫ്ലവർ പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം. നന്നായിട്ട് ഇപ്പോൾ ആ കൂട്ടൊക്കെ കോളിഫ്ലവറിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് 1 മണിക്കൂറോളം റെസ്റ്റിന് വെക്കണം. ഇനി പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ 20 മിനിറ്റെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ കുറച്ചും കൂടി നല്ലത് ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെന്നെങ്കിൽ ഒരു 20 മിനിറ്റ് റെസ്റ്റിന് വെച്ചാൽ മതി. ഫ്രീസറിൽ വെച്ച ശേഷം എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ 1 മണിക്കൂറോളം റെസ്റ്റിന് വയ്ക്കുന്നുണ്ട്. ഞാൻ 1 മണിക്കൂർ റെസ്റ്റിന് വെച്ച ശേഷം ഈ കോളിഫ്ലവർ പുറത്തെടുത്തു. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അതിനുശേഷം നമുക്കതിൻ്റെ അകത്തേക്ക്, ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. സൺഫ്ലവറിൽ ചെയ്യുന്നവരുണ്ട്. സൺഫ്ലവറിൽ വേണമെങ്കിൽ സൺഫ്ലവറിൽ ചെയ്യാം. പക്ഷേ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകത്ത് ഓരോരോ പീസായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ പീസായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക.
ഇത് ഏകദേശം ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ നമ്മളതിനെ മറിച്ചിടുക. രണ്ട് സൈഡും നല്ല ബ്രൗൺ ഷെയ്ഡ് പോലെ ആവണം. അപ്പോൾ നമുക്കതിനെ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം രണ്ട് സൈഡും നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതാ ഇപ്പോൾ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇതിനെ മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതിനെ മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് സെക്കൻഡ് ട്രിപ്പ് നാം ഇട്ട് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തേക്കെല്ലാം ഇട്ട് കൊടുക്കുക. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചധികം തന്നെ കോളിഫ്ലവർ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. ഇതാ ഒരു സൈഡ് നല്ലവണ്ണം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ മറിച്ചിടാം. രണ്ട് സൈഡ് നേരത്തെ പോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ആക്കുക. അപ്പോൾ രണ്ട് സൈഡ് നല്ലവണ്ണം ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ വാങ്ങി പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളിതാ ലാസ്റ്റ് ട്രിപ്പാണിത്. അതും കൂടി നമ്മൾ വാങ്ങിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ഫ്രൈ ചെയ്തതായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സോസും കാര്യങ്ങളും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ പകുതി വെളിച്ചെണ്ണയാണ് എടുത്തത്. നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് മാറ്റിയിട്ടുണ്ട്, കുറച്ചെടുത്തു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നൈസായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയുടെ പീസാണിത്. ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയുടെ പീസും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പീസാണ്. പിന്നെ ഇട്ടത് സ്പ്രിംഗ് ഒനിയനാണ്. അത് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അത് ഇനി ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് മൂന്നും ഇട്ട ശേഷം നൈസായിട്ട് അരിഞ്ഞതാണ് ഞാൻ. വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും സ്പ്രിംഗ് ഒനിയനൊക്കെ നൈസായിട്ട് അരിഞ്ഞതാണ്. അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാൻ പാടില്ല, ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തത്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആ ഉള്ളിയും കൂടി ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം ഇതുപോലെ വഴറ്റുക. അടുത്തതായിട്ട് ഞാൻ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ആ 3 പച്ചമുളകും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റി. അധികം ചേർക്കേണ്ട കാര്യമില്ല, ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികം ആയി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. ചില ആൾക്കാർ ഇതിൻ്റെ അത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റാണ് ചേർക്കുന്നത്. എനിക്ക് ആ വൈറ്റ് കിട്ടിയില്ലായിരുന്നു. പച്ച അത് കിട്ടിയോണ്ടാണ് ഞാനത് ചേർത്തത്. വൈറ്റ് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷേ വൈറ്റ് കിട്ടിയില്ല. അടുത്തതായിട്ട് ഏകദേശം ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് സോയാ സോസാണ്. ഒരു വലിയ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തു. ഞാൻ 1.5 സ്പൂണോളം സോയാ സോസ് ചേർത്തിട്ടുണ്ട്. കാരണം കുറച്ചധികം കോളിഫ്ലവർ ഉണ്ട്. നിങ്ങൾ അളവിനനുസരിച്ചിട്ടാണ് ചേർക്കണം. കുറച്ചേ ഉള്ളെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. ഞാൻ 1.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് റെഡ് ചില്ലിയാണ്. ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ചേർത്തു. പിന്നെ ടൊമാറ്റോ കെച്ചപ്പാണ് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത്. ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത ശേഷം
നിങ്ങൾക്ക് കോളിഫ്ലവർ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടണം. ഞാൻ എൻ്റെ ഒരു പാകം വെച്ചിട്ടാണ് ചെയ്തത്. എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വിനീഗർ ചേർക്കുക. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അടുത്തായിട്ട് നമ്മൾ ഒരു അര ഗ്ലാസോളം തിളച്ച വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തത്. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് വരണം. അപ്പം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് കോൺഫ്ലവർ കലക്കി വെക്കണം. അതും കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് വെക്കുക. നേരത്തെ കലക്കി വെക്കേണ്ട. നമ്മളത് ഏകദേശം ഇതൊന്ന് തിളയ്ക്കുന്ന ആ ടൈമിലാകുമ്പോഴത്തേക്ക് ചേർത്ത് വെച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ അകത്ത് ഒഴിക്കുക. നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു അര സ്പൂണോളം കോൺഫ്ലവർ മതിയാകും. അര സ്പൂണോളം കോൺഫ്ലവറിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശമായി എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട ശേഷം എല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാം കൂടി യോജിപ്പിക്കുക. ആ സോസൊക്കെ ആ കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് അതിനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്ത് നല്ലോണം പിടിക്കണം. നമ്മളിപ്പോൾ വേണമെങ്കിൽ ടേസ്റ്റൊക്കെ നോക്കാം. നമുക്കിനി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചേർക്കാം. എല്ലാം കൂടി യോജിക്കണം. അതിനുശേഷം നമ്മൾ ഞാൻ ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഉള്ളിയും സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാം. പക്ഷേ ഇങ്ങനെ അരിയുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇട്ട ശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഉള്ളിയും ആ ക്യാപ്സിക്കും അതിൻ്റെ അകത്ത് വഴണ്ട് വരണം. അപ്പോൾ അത് സ്ലോയിൽ വെച്ച ശേഷം ഒരു 3 മിനിറ്റ് ടു 5 മിനിറ്റ് വരെ നമ്മൾ സ്ലോയിൽ വയ്ക്കുക. അപ്പോഴത്തേക്കന്നെ അത് ഏകദേശം വെന്ത് വരും. തീയിൽ സ്ലോയിൽ വെച്ച ശേഷം തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണോളം നല്ലെണ്ണയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയ പീസോളം സ്പ്രിംഗ് ഓനിയൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട ശേഷം അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് റൗണ്ടിൽ തന്നെ അരിഞ്ഞ ചെറിയ പീസായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് ഓനിയനും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കിനി തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ റെഡിയാണ്. ഇപ്പോൾ ഏകദേശം തണുത്തു. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വരാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. നിങ്ങളപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്.